വണ്ടിയുടെ ഓയിലിന് തീർന്ന വ്യത്യാസങ്ങൾ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? വണ്ടിയുടെ ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള ഈ വീഡിയോ ഇട്ടതിന് ശേഷം കളർ കണ്ടിട്ട് എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുകയും അതിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പറഞ്ഞുതരാം. വണ്ടിയുടെ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്ലീൻ ഓയിൽ ആണെങ്കിൽ എഞ്ചിന്റെ ഹെൽത്ത് അത്യാവശ്യം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ പേടിക്കേണ്ടതില്ല, ഒന്നും ചെയ്യാനുമില്ല. ഇനി ഓയിൽ ലെവൽ ലോ ആണെങ്കിൽ ഓയിൽ കൺസംഷൻ എങ്ങനെയാണെന്നുള്ളതും ഓയിൽ ലീക്ക് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതുപോലുള്ള ബ്ലാക്ക് തിക്കായിട്ടുള്ള ഓയിലാണ് കാണുന്നതെങ്കിൽ അത് ഡിലേ ഓയിൽ ചേഞ്ച് കാരണമാണ് അത് ഉണ്ടാവുക. ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ എഞ്ചിൻ ഫ്ലഷ് ചെയ്തതിനു ശേഷം പുതിയ ഓയിൽ ആഡ് ചെയ്യണം. ഇതുപോലെ ബേൺ സ്മെല്ലുള്ള ഓയിലാണ് കാണുന്നതെങ്കിൽ അത് എഞ്ചിൻ ഓവറിറ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ വന്നാൽ അപ്പൊ തന്നെ അടുത്തുള്ള ഗാരേജിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുപോലുള്ള മിൽക്കി ഓയിൽ ആണുള്ളതെങ്കിൽ അത് കൂളന്റ് മിക്സ് ആയിട്ടുള്ള ഓയിലാണ്. ഓയിൽ കൂളർ ഡാമേജ് ആവുക അല്ലെങ്കിൽ ഹെഡ് ഗാസ്കറ്റ് ഡാമേജ് ആവുന്നതോ കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. ഇനി പറയാനുള്ളത് മെറ്റൽ ഷേവിങ്സ് ഉള്ള ഓയിലിനെ പറ്റിയാണ്. അത് നമുക്ക് മുകൾ ഭാഗത്തുള്ള ഈ ക്യാപ്പ് തുറന്നാലോ ഈ ഡിപ്സ്റ്റിക് വഴിയോ നമുക്ക് മെറ്റൽ ഷേവിങ്സ് കാണാൻ പറ്റില്ല. അത് നമ്മൾ എഞ്ചിന്റെ അടിയിലുള്ള ഡ്രൈൻ പ്ലഗ് അയച്ചതിന് ശേഷം ഓയിൽ റിമൂവ് ചെയ്താൽ ഓയിലിന്റെ കൂടെ മെറ്റൽ ഷേവിങ്സ് കാണാൻ പറ്റും. എഞ്ചിന്റെ അകത്ത് ഇന്റർണൽ ഡാമേജ് ഉള്ളത് കാരണമാണ് അത് ഉണ്ടാവുന്നത്. ഗാരേജിൽ പോകുന്നതിനാണ് അതിനുള്ള പരിഹാരം. കാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇനി യൂസ് കാർ ഇൻസ്പെക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട.